സോ K2 Btech S1 റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. റിസൾട്ട് മാത്രമല്ല, റിസൾട്ട് ഡേറ്റ്, അതേപോലെ വാല്യുവേഷൻ, റീവാല്യുവേഷൻ, അതേപോലെ പാസ് കണ്ടീഷൻസ്, അതേപോലെ തന്നെ ഒരു ഡെമോ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഫോർമാറ്റ് കാണിച്ചിരുന്നത്. സോ ഫുൾ വീഡിയോ കൃത്യമായിട്ട് കാണാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡേറ്റ് പറയുന്നതിന് മുന്നേ പാസ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ 40 മാർക്ക് നമ്മൾ വാങ്ങണം. എത്ര 100ൽ 40 മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പാസ്സാവുള്ളൂ. പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ 35 ആവണം. ടോട്ടൽ 75/150 ആണ് നമ്മുടെ പാസ് മാർക്ക്. നേരെ മറിച്ച് ഇൻറ്റേർണൽ ഇപ്പോൾ 34 ആണ്, നമ്മൾ എത്ര വാങ്ങണം? ഇവിടെ ഒരു മാർക്ക് കൂട്ടി വാങ്ങണം. അപ്പോൾ ഇവിടെ എത്ര വാങ്ങണം? 41. അങ്ങനെ നമ്മൾ ഇൻറ്റേർണൽ ഡിപ്പെൻഡ് ആയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. എന്നൊക്കെ പറഞ്ഞാലും യൂണിവേഴ്സിറ്റിക്ക് 40 മാർക്ക് സെപ്പറേറ്റ് എന്തായാലും വേണം. അതാണ് നമ്മുടെ കണ്ടീഷൻ, പാസ് കണ്ടീഷൻസ്. അടുത്തത് പറയാവുന്ന റിസൾട്ടിൻ്റെ ഡേറ്റ് എന്നാണ്. പല സ്റ്റുഡൻസും ചോദിക്കുന്നത് ഏപ്രിലാണോ റിസൾട്ട് എന്നാണ്. ഏപ്രിലിൽ റിസൾട്ട് വരും 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പല സമയത്തും റിസൾട്ടിൻ്റെ ഡേറ്റ് ഒരിക്കലും എക്സാക്റ്റ് ആയിട്ടില്ല. ഏപ്രിലിൽ പറയുമോ അവർ, ചിലപ്പോൾ അത് മെയ്യിലാവാം, ചിലപ്പോൾ ജൂൺ, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പൊക്കെ നടക്കുന്നതുകൊണ്ട് ഏപ്രിൽ ആവാനാണ് ഒരു 95% ചാൻസ്. പക്ഷേ ചെറിയ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ 100% നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. അതിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വരും. അടുത്തെന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ്റെ കേസ് പലരും ചോദിക്കുന്നുണ്ട്. വാല്യുവേഷൻ ലിബറൽ ആണോ ടഫ് ആണോ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. ഇപ്പോൾ അതിന് നല്ല രീതിയിൽ എഴുതി സപ്ലി കിട്ടിയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ റീവാല്യുവേഷൻ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞൊക്കെ തോന്നുന്നു റീവാല്യുവേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ അത് ഞാൻ പല കുട്ടികളും കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് കുറേ പേര് സപ്ലി കിട്ടിയിട്ട് റീവാല്യുവേഷൻ കൊടുത്ത് പാസ്സായി എത്രയോ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കറിയുന്നു. ഈ അടുത്ത് തന്നെ കുറേ കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. റീവാല്യുവേഷനെ കുറിച്ച് പറയുന്നതിനൊക്കെ മുന്നേ പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി നോക്കി. ഇനിയിപ്പോൾ ഡെമോ റിസൾട്ട് കാണിക്കാം. അതിന് മുന്നേ ഒരു ചെറിയ പ്രൊമോഷൻ സ്റ്റുഡൻസിന് ഫിസിക്സ് വളരെ സൂപ്പർ ബാച്ചസ് ആണ്. ഫസ്റ്റ് തന്നെ JE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് 2.0 2024 ബാച്ചാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുൺ JE അഡ്വാൻസ് 2024 ബാച്ചാണ്. സോ ഈ രണ്ട് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കിട്ടാൻ പോകുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇന്ത്യസ് ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉണ്ടാവും. അതേപോലെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ക്യൂസ് ഫോർമാറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. PDF നോട്ട്സും എല്ലാ ക്ലാസ്സുകളും ശേഷം കിട്ടും. കൃത്യമായിട്ട് ആപ്പിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഫിസിക്സ് വാലിയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ JE ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അടിപൊളി ടെക്സ്റ്റ് ബുക്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 5 വർഷത്തെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ JE അഡ്വാൻസ്ഡ് ബാച്ചും അതേപോലെ JE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള VN150 അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് 150 rupees ഡിസ്കൗണ്ട് കൂടി കിട്ടും. സോ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. സോ മാക്സിമം. ഇനി ഡെമോ റിസൾട്ടാണ്. സോ ഇത് K2 Btech S2ൻ്റെ റിസൾട്ടാണ്. S1ൻ്റെ റിസൾട്ട് അല്ല. ഫുൾ S ഗ്രേഡ് കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസൾട്ടാണ്. ഈ P നോക്കണ്ട, കാരണം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫ് സ്കിൽ പോലെ തന്നെ ഒരു പേപ്പറാണ് S2 ഉണ്ടാകുന്നത്. അതിൽ ജസ്റ്റ് P ഗ്രേഡേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുക. ഫുൾ S ഗ്രേഡ് കിട്ടിയ ഒരു ഫ്രണ്ടിൻ്റെ റിസൾട്ടാണ്. എൻ്റെ റിസൾട്ട് ഒന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. കണ്ടോ എങ്ങനെയാണ് നമുക്ക് വരിക റിസൾട്ടിൻ്റെ ഗ്രേഡ് മാത്രം കാണിക്കും, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാണിക്കും. ഗ്രേഡ്, ക്രെഡിറ്റ്. അഥവാ നിങ്ങൾ ഫെയിൽ ആണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് 0 ആയിരിക്കും. പക്ഷേ പാസ്സാകുമ്പോൾ നിൽക്കും. ഇപ്പോൾ ഇത് കണ്ടോ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ലൈഫ് സ്കില്ലൊക്കെയാണ് P കിട്ടിയാൽ അതിന് 0 ക്രെഡിറ്റ് ആണ്. പിന്നെ പ്രോഗ്രാമിംഗ് ഇൻ C നമുക്കിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. ഇലക്ട്രിക്കൽ വന്ന് ചോദിച്ചാൽ മനസ്സിലാവും. എൻ്റെ ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, വളരെ ടോപ്പറാണ്, വളരെ സ്കിൽസുള്ള ഒരു കുട്ടിയാണ്. സോ ആളുടെ റിസൾട്ടാണിത്. സോ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. എല്ലാവർക്കും ഇതേപോലെ S1 ആയാലും S2 എസും A+ ഒക്കെ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എല്ലാവരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കാം. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. മാർക്ക് ഉണ്ടാവില്ല. പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ് മാർക്ക് വരുമോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 95/100 അങ്ങനെ മാർക്ക് വരില്ല. നിങ്ങൾക്ക് ഇതേപോലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. അതേപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു PDF ഫോർമാറ്റിലും കൂടി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വേറെ രീതിയിൽ. സോ ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ റിസൾട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയർ ചെയ്തു. പിന്നെ ഞാനൊരു കാര്യങ്ങളും വീണ്ടും പറയാണ്. നിങ്ങൾ മിസ്റ്റർ എഞ്ചിനീയർ K2 എന്ന് പറഞ്ഞുള്ള ചാനൽ, ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഈ എന്താ വെച്ചാൽ 100% നിങ്ങൾക്ക് ഈ ഒരു ചാനലിനകത്ത് കണ്ടൻറ്റ് വരും. കാരണം നിങ്ങളുടെ Btech കണ്ടൻസിന് മുതൽ അതിലാണ് വരാമെന്ന്. സോ എന്തായാലും ശ്രദ്ധിക്കുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.